ഒരു തുറമുഖം രാജ്യത്തിന്റെ ആകെ അഭിമാനമായി ദാ എന്റെ പുറകിൽ ഇങ്ങനെ തലയെടുപ്പോടെ നിൽക്കുന്നു. അവിടെയും ഒരു ജനതയെക്കുറിച്ച് പറയണം. പദ്ധതിയുടെ തളർച്ചയും വളർച്ചയും ഒരുപോലെ നേരിൽ കണ്ട നമ്മുടെ വിഴിഞ്ഞംകാരെ കുറിച്ച്. ഒരു നേരത്തെ അന്നത്തിനായി നെട്ടോട്ടമോടുന്ന പ്രാരാബ്ദങ്ങൾ അനവധി പറയാനുള്ള ജനത. ഇവർ വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞുകേട്ടതാണ് വിഴിഞ്ഞത്തൊരു രാജ്യാന്തര തുറമുഖം വരുന്നു, അത് തങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും. 30-35 വർഷങ്ങളായി. ഞാൻ ഒരു രണ്ടാമത്തെ മോനെ ഗർഭിണിയായപ്പോൾ ഞങ്ങൾക്ക് വഴിയില്ല, അതേ വഴി ഇതെല്ലാം വെള്ളവും കടലും കായലുമായിട്ടൊക്കെ കിടന്നതാണ്. ഇപ്പോൾ ഇതാ കടലിടക്കുന്നത് അങ്ങാണ്. വളരെ സാധാരണ ജീവിതം നയിക്കുന്ന മനുഷ്യർക്ക് തുറമുഖത്തിന്റെ സാങ്കേതികത്വവും വളർച്ചയുടെ ഘട്ടങ്ങളും അതിശയം. തങ്ങളുടെ നാട് ദേശാതിർത്തികൾ കടന്ന് ശ്രദ്ധ നേടുന്നു എന്നത് അഭിമാനവും. വികസനത്തിന് വിഴിഞ്ഞം ഒരു വലിയ കുതിപ്പാണ്, വൻ കുതിപ്പാണ് വരാൻ പോകുന്നത് വികസനത്തിന്. അതിന് നല്ലൊരു തേരോട്ടമാണ്. രാജ്യം ഒട്ടാകെ മൊത്തത്തിൽ നോക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നല്ലൊരു നേട്ടമാണ്. 8 മുതൽ 14 നൂറ്റാണ്ട് വരെ ഒരു രാജവംശത്തിന്റെ തന്നെ അഭിവൃദ്ധിക്ക് കാരണമായിരുന്ന തുറമുഖമായിരുന്നു വിഴിഞ്ഞത്തേത്. പിന്നീട് രാജവംശങ്ങൾ തമ്മിലുള്ള ആക്രമണത്തിൽ വിഴിഞ്ഞം തുറമുഖം പാടെ ഇല്ലാതാകുന്നു. ശേഷം തുറമുഖം എന്നൊരാലോചന നടക്കുന്നത് 1996-ൽ. വർഷങ്ങൾക്കിപ്പുറം മാറി മാറി വന്ന സർക്കാരുകളും നൂലാമാലകളും താണ്ടി വിഴിഞ്ഞം തുറമുഖം നാടിനായി സമർപ്പിക്കുന്നു. വളർച്ചയും തളർച്ചയും ആരോപണ പ്രത്യാരോപണങ്ങളും സമരങ്ങളും എല്ലാം നേരിൽ കണ്ടവരാണ് വിഴിഞ്ഞത്തുകാർ. ആശങ്കകളും പ്രതിസന്ധികളുമെല്ലാം ഇപ്പോഴും പറയുന്നു. ഉപജീവനം നിലച്ചേക്കുമോ എന്ന ചോദ്യമുണ്ട്. പക്ഷേ തങ്ങളുടെ നാട് അതിർത്തികൾ കടന്ന് പേരെടുക്കുമ്പോൾ, കൂറ്റൻ കപ്പലുകൾ തീരത്തടുക്കുമ്പോൾ ഇവരും സന്തോഷിക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നുള്ള വികസന കുതിപ്പ് തങ്ങൾക്കും നേട്ടമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിഴിഞ്ഞംകാരുടെ കാലാകാലങ്ങളായുള്ള കപ്പൽ എന്ന സ്വപ്നം പൂവണിയുന്നു. പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ രാജ്യം ഈ ജനതയെയും അവരുടെ സ്വപ്നങ്ങളെയും ഹൃദയത്തോട് ചേർക്കുന്നു. വിഴിഞ്ഞംകാർ ഒന്നടങ്കം പറയുന്നു, നമ്മുടെ തുറമുഖം നമ്മുടെ അഭിമാനം.